തെറ്റിക്കല്ലത്, ഇത് എഴുത്ത് തെറ്റിക്കല്ലേ, ഈ വാക്ക് തെറ്റിക്കല്ലേ എന്നൊക്കെ പറയാം നമ്മൾ. തെറ്റിക്കരുത്, പേപ്പിക്കരുത് എന്നൊക്കെ പറയുമല്ലോ. അതിന് അറബിയിൽ എങ്ങനെയാണ് പറയാ? ലസവ്യ ഗലത്ത് എന്ന് സാധാരണക്കാർ പറയാറില്ല. ലസവ്യ ഗലത്ത്, ലസവ്യ ഗലത്തിന് പിഴവ് സംഭവിക്കരുത്, പിഴവ് ചെയ്യരുത് എന്നാ. പക്ഷെ അതിലും നല്ലൊരു പദം എങ്ങനെയാണെന്നറിയുമോ? ലതഗലത്ത്. യാ ഹബീബി ലതഗലത്ത്, ലാത്തഗലത്ത്, നീ പിഴപ്പിക്കരുത് എന്ന് പറയാം. അല്ലെങ്കിൽ ലസവ്യ ഗലത്ത് എന്ന് പറയാം. ഇവിടെ അത് തെറ്റാണ്, ഇത് റോങ് ആണ് എന്നൊക്കെ പറയാൻ രണ്ട് പദം ഉപയോഗിക്കാം. ഒന്ന് അത് ഖത്ത എന്ന് പറയാം, ഹാദ ഖത്ത, ഹാദ ഖത്ത എന്ന് പറയാം. അതല്ലെങ്കിൽ ഹാദ ഗലത്ത്, ഗലത്ത് ഹാദ. ഈ ഖത്തവും ഗലത്തും തമ്മിൽ ഒരു പ്രധാന മാറ്റമുണ്ട്. ഖത്ത എന്നാൽ കരുതിക്കൂട്ടി ചെയ്യുന്നതിന് ഖത്ത എന്നാ പറയാം. അല്ലാത്തതിനും പറയും, പക്ഷെ കരുതിക്കൂട്ടുന്നതിനാണ് ഖത്ത കൂടുതൽ ഉപയോഗിക്കുക. അതായത് അനസവ്യത്തു ഖത്ത, ഞാനൊരു പിഴവ്, അതായത് സമയത്ത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണ് ഖത്ത എന്ന് പറയും. ഇനി ഗലത്ത് എന്നാൽ അറിയാതെ സംഭവിക്കുന്നതിന് മാത്രം പറയുന്നതാണ് ഗലത്ത് എന്ന്. അപ്പോൾ ഗലത്ത്, അതുകൊണ്ടാണല്ലോ അനഗൽത്താൻ, അനഗൽത്താൻ എന്ന്. നിങ്ങൾ ആലോചിക്കുക, അറബിയും ഹിന്ദിയും തമ്മിൽ നല്ല ബന്ധമുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടെ. അതെങ്ങനെ വെച്ചാൽ ഗൽത്തിനെ കുറവായി അനമ്മേ ഗൽത്തിക്കുക എന്ന് പറയും.